നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനും കൊട്ടാരക്കരയിലെത്തി അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് വോട്ടഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം എത്തിയ മറിയ ഉമ്മൻ വിവിധ പരിപാടികളിലും കുടുംബയോഗങ്ങളിലും പങ്കെടുത്തു. ഇത്തവണ ഐഷ പോറ്റി വിജയിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് മറിയ ഉമ്മൻ പറഞ്ഞത്. പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് മറിയ ഉമ്മനെ കൊട്ടാരക്കരയിൽ വരവേറ്റത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വികസന പ്രവർത്തനങ്ങളിൽ ഐഷ പോറ്റിക്ക് നൽകിയിരുന്ന പരിഗണനകളും കൊട്ടാരക്കരയുടെ വികസനത്തെക്കുറിച്ച് മറിയ ഉമ്മനും ഐഷ പോറ്റിയും പല യോഗങ്ങളിലും പങ്കുവച്ചു. കൊട്ടാരക്കരയുടെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. വികസനത്തിൽ പങ്കാളികളായി അതിന് നേതൃത്വം നൽകുന്നവരെയാണ് കൊട്ടാരക്കരക്കാർക്ക് ആവശ്യം. നാടിനെ അറിഞ്ഞ് നാടിന്റെ യഥാർത്ഥ ആവശ്യങ്ങളും വികസനങ്ങളും മനസ്സിലാക്കി അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് നമ്മൾ നമ്മുടെ സമ്മതിദാന അവകാശം നൽകേണ്ടത്. നമുക്ക് വേണ്ടത് വെറും പാഴ്വാക്കുകളോ വാഗ്ദാനങ്ങളോ അല്ല, യാഥാർത്ഥ്യമാണ്. അതാണ് വേണ്ടത്. പറയുന്നത് ചെയ്യണം, ചെയ്യുന്നതേ പറയാവൂ. വാഗ്ദാനം ആർക്കും നൽകാം, അതിന് ചെലവില്ല. ചിലവുള്ളത് വാഗ്ദാനം നടപ്പാക്കുന്നതിനാണ്. നമ്മൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കേട്ടു. അതിലെത്ര നടപ്പാക്കിയെന്ന് ഇഴകേറി പരിശോധിക്കണം, വിലയിരുത്തണം. അതിനുശേഷമേ പോളിംഗ് ബൂത്തിലോട്ട് പോകാവൂ. നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്, നമ്മൾ മാത്രം. മോഹന വാഗ്ദാനങ്ങളിൽ വീണതാണ് നമ്മുടെ തെറ്റ്. അതാണ് നമുക്ക് പറ്റിയ കുഴപ്പം. അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയാൽ തിരുത്താനുള്ള സാഹചര്യമാണിത്. ഐഷ പോറ്റിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ കോൺഗ്രസിന്റെയും UDFന്റെയും പ്രമുഖ നേതാക്കന്മാർ ഇനിയുള്ള ദിവസങ്ങളിൽ കൊട്ടാരക്കരയിൽ എത്തും. പ്രചാരണത്തിൽ എപ്പോഴും മുന്നിൽ തന്നെയാണ് ഐഷ പോറ്റി. കടുത്ത വേനൽ ചൂട് പോലും വകവയ്ക്കാതെ മുമ്പെങ്ങുമില്ലാത്തതുപോലെ പ്രവർത്തകർ ബ്ലോക്കായി പ്രചാരണത്തിനിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാനാകുന്നത്. വലിയ വോട്ടിന്റെ മാർജിനോട് കൂടിയ വിജയമാണ് ഐഷ പോറ്റി ലക്ഷ്യമിടുന്നത്. ഏതായാലും ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം മെയ് 4 പുറത്തു വരുന്നതോടുകൂടി കൊട്ടാരക്കരയുടെ തലവരെ അറിയാം.